ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ കേടെറ്റ് സോഷ്യൽ സയൻസിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ ടോപ്പിക്ക് 5-ഇയർ പ്ലാൻസിനെ കുറിച്ചാണ്. 12 5-ഇയർ പ്ലാൻസ് ആണ് നമുക്കുള്ളത്. അത് ഏതൊക്കെയാണെന്ന് പഠിക്കാം. 5-ഇയർ പ്ലാൻസ് ഓഫ് ഇന്ത്യ അഥവാ പഞ്ചവത്സര പദ്ധതി. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. ജനങ്ങളുടെ ജീവിത നിലവാരം വളരെ വേഗത്തിൽ ഉയർത്തുക എന്നതാണ് പ്ലാനിംഗ് കമ്മീഷൻ ലക്ഷ്യമിട്ടത്. മുൻ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 1956 വരെയും, രണ്ടാം പദ്ധതി 1956 മുതൽ 61 വരെയും, മൂന്നാം പദ്ധതി 1961 മുതൽ 1966 വരെയും ആയിരുന്നു. തുടർന്ന് 1966 മുതൽ 69 വരെ 3 വാർഷിക പദ്ധതികളായിരുന്നു നടപ്പിലാക്കിയത്. തുടർന്ന് നാലാം പഞ്ചവത്സര പദ്ധതി 1969 മുതൽ 74 വരെയും, അഞ്ചാം പഞ്ചവത്സര പദ്ധതി 1974 മുതൽ 78 വരെയും ആയിരുന്നു. തുടർന്ന് 1979 മുതൽ 80 വരെ വാർഷിക പദ്ധതി നടപ്പിലാക്കി. ആറാം പഞ്ചവത്സര പദ്ധതി 1980 മുതൽ 85 വരെയും, ഏഴാം പഞ്ചവത്സര പദ്ധതി 1985 മുതൽ 90 വരെയും ആയിരുന്നു. തുടർന്ന് വീണ്ടും 1990 മുതൽ 92 വരെ വാർഷിക പദ്ധതി നടപ്പിലാക്കി. എട്ടാം പഞ്ചവത്സര പദ്ധതി 1992 മുതൽ 97 വരെയും, ഒമ്പതാമത്തേത് 1997 മുതൽ 2002 വരെയും, പത്താമത്തെ പദ്ധതി 2002 മുതൽ 2007 വരെയും, 11ാമത്തെ പദ്ധതി 2007 മുതൽ 2012 വരെയും, 12ാമത്തെ പദ്ധതി 2012 മുതൽ 2017 വരെയും നടപ്പിലാക്കിയിരുന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 1956 വരെ ആയിരുന്നു. ഈ പദ്ധതി ഹരോൾഡ് ഡൊമാർ മോഡലിനെ അടിസ്ഥാനമാക്കിയായിരുന്നു. കാർഷിക മേഖലയുടെയും ജലസേചന സംവിധാനത്തിൻ്റെയും വികസനമായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത്. ആയതിൻ്റെ ഭാഗമായിട്ടാണ് ഭക്രാനങ്കൽ ഡാമും ഹിരാക്കുഡ് ഡാമും നിർമ്മാണം ആരംഭിച്ചത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 61 വരെ ആയിരുന്നു. ഈ പദ്ധതി മഹൽനോബിസ് മോഡലിനെ അടിസ്ഥാനമാക്കിയായിരുന്നു. രണ്ടാം പദ്ധതി പ്രധാനമായും വ്യാവസായിക വികസനത്തിനാണ് ലക്ഷ്യമിട്ടത്. രണ്ടാം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ദുർഗ്പൂർ സ്റ്റീൽ പ്ലാന്റ്സ്, റൂർക്കേല സ്റ്റീൽ പ്ലാന്റ്സ്, ഭിലായ് സ്റ്റീൽ പ്ലാന്റ്സ് തുടങ്ങിയ വ്യാവസായിക സ്ഥാപനങ്ങൾ ആരംഭിച്ചത്. മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961 മുതൽ 1966 വരെ ആയിരുന്നു. മൂന്നാം പദ്ധതി പ്രധാനമായും സാമ്പത്തിക വളർച്ചയും സ്വയാശ്രയവും ലക്ഷ്യമിട്ടിരുന്നു. അതുപോലെ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി ഗോതമ്പ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഈ പദ്ധതിയെ ഗാഡ്ഗിൽ യോജന പദ്ധതി എന്നും അറിയപ്പെടുന്നു. ഈ കാലഘട്ടത്തിലാണ് ഗ്രാമീണ മേഖലയിൽ കൂടുതൽ പ്രൈമറി സ്കൂളുകൾ ആരംഭിച്ചത്. തുടർന്ന് 3 വാർഷിക പദ്ധതികളാണ് 1966 മുതൽ 69 വരെ നടപ്പിലാക്കിയത്. ഈ കാലഘട്ടത്തെ പ്ലാൻ ഹോളിഡേ എന്നും അറിയപ്പെടുന്നു. 1969 മുതൽ 74 വരെ നടപ്പിലാക്കിയ നാലാം പഞ്ചവത്സര പദ്ധതിയിലാണ് 14 പ്രധാന ബാങ്കിംഗ് സ്ഥാപനങ്ങളെ ദേശവൽക്കരിച്ചത്. ഹരിത വിപ്ലവത്തിനും കൃഷി വികസനത്തിനും പിന്നോക്ക വിഭാഗ വികസനത്തിനും ഈ പ്ലാൻ ഊന്നൽ നൽകിയിരുന്നു. DD ധർ വിഭാവന ചെയ്ത അഞ്ചാം പഞ്ചവത്സര പദ്ധതി 1974 മുതൽ 78 വരെ നടപ്പിലാക്കിയിരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും കാർഷിക വിളയിൽ സ്വയാശ്രയത്വവും പ്രതിരോധവുമാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അടിസ്ഥാന വികസനവും ഈ പദ്ധതി ലക്ഷ്യമിട്ടിരുന്നു. 1978 മുതൽ 80 വരെ ആനുവൽ പ്ലാൻ നടപ്പിലാക്കി. ഈ പദ്ധതിയെ റോളിംഗ് പ്ലാൻ എന്നും അറിയപ്പെടുന്നു. ആറാം പഞ്ചവത്സര പദ്ധതി 1980 മുതൽ 85 വരെയാണ് നടപ്പിലാക്കിയത്. ഈ പദ്ധതി കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന വികസനത്തിലൂന്നി ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ലക്ഷ്യമിട്ടിരുന്നു. ആധുനികവത്കരണവും ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഏഴാം പഞ്ചവത്സര പദ്ധതി 1985 മുതൽ 90 വരെ നടപ്പിലാക്കി. ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും തൊഴിലുൽപാദന മേഖലകളുടെ വികസനവുമായിരുന്നു പ്രധാന ലക്ഷ്യം. ഈ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ
ജവഹർ റോസ്ഗാർ യോജനയിലൂടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ഉണ്ടായി. 1990 മുതൽ 92 വരെ രാഷ്ട്രീയ അസ്ഥിരത കാരണം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയിട്ടില്ലാത്തതും പകരം വാർഷിക പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തു. 1992 മുതൽ 97 വരെയുള്ള 8ാം പദ്ധതി ജോൺ ഡബ്ല്യു മുള്ളറുടെ മോഡലിനെ അടിസ്ഥാനമാക്കിയാണ്. 8ാം പദ്ധതി വ്യാവസായിക വികസനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, അടിസ്ഥാന വികസനം തുടങ്ങിയവയാണ് പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത്. 9ാം പദ്ധതി 1997 മുതൽ 2002 വരെ നടപ്പിലാക്കി. സാമൂഹ്യ സമത്വം ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായിരുന്നു. മാനവിക വികസനം, സാമൂഹ്യ നീതിയിലും സമത്വത്തിലും ഊന്നിയ വികസനം, വാർഷിക വികസനം, സ്വകാര്യവത്കരണം തുടങ്ങിയവ ഈ പദ്ധതി ലക്ഷ്യമിട്ടിരുന്നു. 10ാം പദ്ധതി 2002 മുതൽ 2007 വരെ നടപ്പിലാക്കി. GDP വളർച്ച ലക്ഷ്യമിടുകയും 50 മില്യൺ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിനും ദാരിദ്ര്യനിരക്ക് 5% കുറയ്ക്കുന്നതിനും ഈ പദ്ധതി ലക്ഷ്യമിട്ടിരുന്നു. വികസനം ലക്ഷ്യമിട്ട 11ാം പദ്ധതി 2007 മുതൽ 2012 വരെ നടപ്പിലാക്കി. വിദൂര വിദ്യാഭ്യാസം, IT വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക, ലിംഗസമത്വം, കാർഷിക വികസനം എന്നിവയാണ് ഈ പദ്ധതി ലക്ഷ്യമിട്ടത്. ഈ പദ്ധതിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പെർ ക്യാപിറ്റ ഇൻകം രേഖപ്പെടുത്തിയത്. 12ാം പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 2017 വരെ നടപ്പിലാക്കി. സുസ്ഥിരത വളർച്ച ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ആരോഗ്യം, വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, പ്രകൃതി സമ്പത്ത്, അടിസ്ഥാന വികസനം തുടങ്ങിയവയുടെ വളർച്ചയാണ് ഈ പദ്ധതി പ്രധാനമായും ലക്ഷ്യമിട്ടത്. 2015 ജാനുവരി 1 നരേന്ദ്രമോദി സർക്കാർ പ്ലാനിംഗ് കമ്മീഷനെ മാറ്റി നീതി ആയോഗ് എന്ന സ്ഥാപനം ഇന്ത്യയുടെ പുനഃസൃഷ്ടിക്കായി രൂപീകരിച്ചു. ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The second 5-year plan gave priority to option A, small scale industries, option B, heavy industries, option C, traditional industries, and option D, agricultural industries. Answer is option B, heavy industries. Second question: the lowest average growth rate of per capita income was noted in India at constant prices during option A, 5-year plan, option B, third 5-year plan, option C, fourth 5-year plan, and option D, 11th 5-year plan. Answer is option D, 11th 5-year plan. ഇന്നത്തെ ക്ലാസ് 5-year പ്ലാൻസിനെ കുറിച്ചായിരുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.